ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ജീവനക്കാർ, അതിൻ്റെ അധ്യാപകരെല്ലാം കൂടി ഒരു വിദ്യാർത്ഥിയെ കൊലക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിതിൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ പല മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ എടുക്കുന്നുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് നമുക്കൊപ്പം ഉള്ളത്. എനിക്കൊന്ന് ഈ കോളേജിനെതിരെ നിരന്തരം പല വിധത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. SFI ഒക്കെ സമരരംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മലബാർ മെഡിക്കൽ. അത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഒരുപാട് തവണ ഇതേപോലെ വ്യത്യസ്ത ആരോപണങ്ങൾ നേരിട്ടൊരു സ്ഥാപനമാണ്. പല തവണയായി SFI അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, വൻതോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഇവർ തിരുത്താൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനം ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലേക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ജീവനക്കാർ, അതിൻ്റെ അധ്യാപകരെല്ലാം കൂടി ഒരു വിദ്യാർത്ഥിയെ കൊലക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങേയറ്റ ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമായിട്ടുള്ള ഒരു സംഭവമാണ്. നിതിനെ പോലൊരു വിദ്യാർത്ഥി പഠിച്ച്, നിങ്ങൾക്കറിയാം, ഈ പ്രദേശത്ത് നിന്ന് കണ്ണൂർ പോലെ നമ്മുടെ വടക്കേ അറ്റത്ത് ചെന്നെത്തി അവിടെ നിന്ന് പഠിച്ച് തൻ്റെ ജീവിതത്തെ കരിപിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് അവിടെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളൊരു അധ്യാപകൻ, ആ അധ്യാപകനും ജീവനക്കാരും ഒക്കെയും ജാതീയ പരാമർശം നടത്തുക, അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു നമ്മളെപ്പോലൊരു മുന്നേറിയിട്ടുള്ളൊരു സമൂഹത്തിന് ചേരാത്ത നിലയിലാണ് ആ അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിലും അവരുടെ വിലാപങ്ങളും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാനാണ്. തിരുവനന്തപുരത്തെ ഒരു ഉൾപ്രദേശം, ചുറ്റുപാട് നോക്കിയാൽ അത്ര സാമ്പത്തിക ഭദ്രതയില്ല, വീട് പോലുമില്ല, കൂലിപ്പണി ചെയ്യുന്ന അച്ഛനും അമ്മയും, അവിടെ നിന്ന് ആ കുടുംബത്തിനൊരു താങ്ങായി വരേണ്ട ഒരു ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം ചെന്ന് നിൽക്കുന്നത് നമ്മുടെ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളെ മോണിറ്റർ ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചും കൂടി ശക്തമായ നിയമങ്ങൾ വേണം. ഒന്ന്, രാജ്യത്തെ നിയമം പൂർണ്ണമായും നമ്മുടെ സർക്കാർ മേഖലയെ ഇതിൽ ഇടപെടുന്നതിൽ ദുർബലപ്പെടുത്തി കഴിഞ്ഞു. അത് ആ ധൈര്യത്തിൽ നിന്നാണ് നിങ്ങൾ ഞങ്ങളെ ഒരു വിധത്തിലും മോണിറ്റർ ചെയ്യേണ്ടതില്ല എന്ന നിലയിലേക്ക് ഇവരുടെ ധാർഷ്ട്യം പുറത്തു വരുന്നത്. ഒരു കാരണവശാലും സർക്കാർ സംവിധാനങ്ങളെ, മറ്റ് നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും. അതുകൊണ്ടാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയോ മറ്റ് യൂണിയനുകളെയോ ഒന്നും അങ്ങോട്ടേക്ക് അടുപ്പിക്കാത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പുനർചിന്തനം നടത്തേണ്ട ഒരു സമയമാണ്. ജീവനുകൾ പണയം വെച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും എത്രയോ മുന്നേ നമുക്ക് നിയമങ്ങളും അതിൻ്റെ അനുസൃതമായിട്ടുള്ള നടപടികളും എടുത്ത് ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒട്ടനവധി സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്, ഇതൊന്നു മാത്രമാണ്. ഒട്ടനവധി ഒരുപാട് കോളേജുകളിൽ സമരം ചെയ്തതിൻ്റെ പേരിൽ 50 കുട്ടികൾ ഒരുമിച്ച് പുറത്താക്കുക, അങ്ങനെയുള്ള ലോ കോളേജുകളൊക്കെ നമ്മുടെ നാട്ടിൽ. പേരൊന്നും എടുത്ത് പറയും. വിഷയം SFI ഏറ്റെടുക്കുമോ? തീർച്ചയായും നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുകയാണ്. ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. SFIയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ മാർച്ച് സംഘടിപ്പിക്കും. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുക്കും. അതാണ്, നിയമപരമായ പോരാട്ടത്തിന് CPM ഒരുങ്ങുന്നു. ഒപ്പം നിയമപരമായ പോരാട്ടത്തിനൊപ്പം വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ പ്രതിഷേധ പരിപാടിയിലേക്ക് SFIയും തുടർ സമരങ്ങളിലേക്ക് കടക്കുകയാണ്. അതാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയതും. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.